4 തരം ഭക്തിയാണ് സിദ്ധാന്ത ശൈവസം പറയുന്നത്. ഒന്നാമത്തേത് ദാസ്യമാർഗം, ഭഗവാനോടുള്ള ദാസനെ പോലെ നിൽക്കുന്ന ഭാവത്തോടു കൂടിയിട്ടുള്ള ഭക്തി, അതിനെ ദാസ്യമാർഗം എന്ന് പറയുന്നു. നമ്പർ 2 എന്ന് പറയുന്നത് സത്പുത്രമാർഗം, പുത്രനെ പോലെ, ഭഗവാന്റെ പുത്രനെ പോലെ സ്വയം ഭാവന ചെയ്ത് സൽപുത്രനായിട്ട് ഭാവന ചെയ്യുന്ന സൽപുത്രഭാവം. മൂന്നാമത്തത് സഹമാർഗം, അതായത് യോഗയും സാധനയും ചെയ്തുകൊണ്ട് ഭഗവാനോടൊപ്പം ചേർന്ന് ഭഗവാനെ ആശ്രയിച്ച് പൂജകൾ കഴിച്ച് ശിവം ഭൂത്വം ശിവമേജയിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ശിവനായിരുന്നുകൊണ്ട് ശിവനെ പൂജിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സഹഭാവം, സഹമാർഗം, ഭഗവാനെ പൂജ കഴിച്ചും പ്രാർത്ഥിച്ചും കൃത്യമായിട്ട് സാധനങ്ങൾ ചെയ്തും യോഗാദി വിഷയങ്ങൾ പഠിച്ചും പഠന മന്നാദികൾ പഠിച്ചും പോകുന്ന പശുഭാവത്തോട് കൂടിയിട്ടുള്ള സഹമാർഗം. ഏറ്റവും അവസാനത്തേത് സന്മാർഗമാണ്. ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമായിട്ട് പറയുന്നത് സന്മാർഗമാണ്. പശുഭാവത്തിൻ്റെ ഒരു ഭാവമാണ് സന്മാർഗം. അത് സത്യം, ധർമ്മം, നിഷ്ഠ, ഭക്തി, ശിവഭക്തി, സത്യത്തിൽ ഉറച്ചു നിൽക്കുക, അതുപോലെ തന്നെ ശിവഭഗവാനെ പറയുന്ന ശിവസിദ്ധാന്തങ്ങളിൽ പറയുന്നതായിട്ടുള്ള ധർമ്മ വിഷയങ്ങൾ, അതുപോലെ തന്നെ നിഷ്ഠ. ഇനി 4 തൂണുകളാണ് സന്മാർഗ ജീവിത നിഷ്ഠ എന്ന് പറയുന്ന സന്മാർഗ ഭക്തിക്ക് വേണ്ടത്. അപ്പോൾ ഈ 4 തൂണുകൾ സത്യം, ധർമ്മം, നിഷ്ഠ, ഭക്തി, ഈ വഴിയിലൂടെ ശിവസാമീപ്യം നേടാം എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞ 4 വഴികളാണ് പശുവിന് പാശത്തെ കട്ട് ചെയ്ത് പശുപതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറയുന്നത്.